ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വിഷാൻ്റെ വീട്ടിലാണ് കേട്ടോ. ഞാൻ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ് വിഷാൻ്റെ വീട്ടിൽ നിന്നാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. ഇന്ന് അച്ഛന് ഇന്നലെ നൈറ്റായിരുന്നു. അച്ഛൻ വന്നിട്ടുണ്ട്. ഇവിടെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. എനിക്കിവിടെ ആകുമ്പോൾ ടി വി കാണാനൊന്നും തോന്നാറില്ല. ചിലപ്പോൾ അലൈതിനായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് ചെയ്യാറ്. ഇന്നിപ്പോൾ അവളും നല്ല മഴയാണ് പുറത്ത്. അതിൻ്റെ ഒരു മൂഡിൽ നല്ല ഉറക്കമാണ്. ഞാൻ കുളിച്ചിട്ടില്ല, മേല് കഴുകണം. ഒരു ചെറിയൊരു തൊണ്ടവേദന ഉണ്ട്. അപ്പോൾ ഞാൻ കുളിക്കണം എന്ന് തല നിൽക്കണം എന്ന് വിചാരിച്ചു. ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. റിസ്ക് എടുക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇഡ്ഡലി ആയിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഞാൻ എൻ്റെ റെസ്റ്റ് മൂഡിലാണ്. ഇനി ഈവനിങ് പ്രോബ്ലി ഞാൻ പോവുമായിരിക്കും. എനിക്കൊരു റിസൾട്ട് വരാണ്ട്. റിസൾട്ട് വന്നിട്ട് ഡോക്ടറെ കാണണം. അപ്പോൾ ഇനി വിശാഖ് വീണ്ടും എന്നെ എടുക്കാൻ വന്ന് അവിടെ നിന്ന് വീണ്ടും ഡോക്ടറെ കാണാൻ പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് റിസൾട്ട് അടുത്ത ദിവസം വരുമെങ്കിൽ ഞാൻ ഇന്ന് വൈകിട്ട് പോവില്ല എന്ന് തോന്നുന്നു. അറിയില്ല, സാഹചര്യം പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 12 മണിയായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, സമയം 12 മണി ആയിട്ടില്ല, സോറി 11:54 ആയിട്ടുള്ളൂ. എന്നാലും ഏകദേശം 12 മണിയായി. പിന്നെ ഞാനൊരു ഡെയിലി വ്ളോഗ് ഇവിടെ നിന്ന് എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഭയങ്കര മഴയെ കാരണേ അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ ചാർജ് ചെയ്യാൻ വലിയ കഷ്ടപ്പാടാണ്. അപ്പോൾ ചില സമയത്ത് രാവിലെ ആകുമ്പോഴത്തേക്ക് ഫോണിൽ ചാർജ് ഉണ്ടാവില്ല. അപ്പോൾ ചാർജ് ചെയ്ത് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചാൽ അതും നടക്കില്ല. കാരണം കറണ്ട് ഉണ്ടാവില്ലല്ലോ. അവിടെ വീട്ടിലാണെങ്കിൽ ഇൻവെർട്ടറുള്ള കാരണം നമുക്ക് ചാർജ് ചെയ്യുന്നതൊരു പ്രശ്നമല്ല. പിന്നെ അത് മാത്രമല്ല, ഞാനും അമ്മയും ഭയങ്കരമായിട്ട് ബ്ല ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒക്കെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറക്കും. ഇപ്പം പിന്നെ എനിക്ക് പണിയൊന്നുമില്ല, ഞാൻ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ പണി തീരാൻ വേണ്ടി ഞാനും പോയിരുന്നു ഞാൻ വർത്തമാനം പറയും. പിന്നെ ഇവിടെ ആകുമ്പോൾ അടുക്കളയിലോട്ട് എനിക്കിങ്ങനെ പോകാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ബിക്കോസ് അത് അടുക്കളയിൽ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഒന്നും ചെയ്യാൻ അമ്മ സമ്മതിക്കില്ല കേട്ടോ. എൻ്റെ വീട്ടിലാകുമ്പോഴേ ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങണം. 2 സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങണം. അതുകൊണ്ട് എൻ്റെ അമ്മ അടുക്കളേക്കേ അടുപ്പിക്കില്ല എന്നെ. സ്റ്റെപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പേടിച്ചിട്ടാട്ടോ. ഇവിടുത്തെ അച്ഛനമ്മയാണെങ്കിൽ അവിടുത്തെ അച്ഛനും ഭയങ്കര പേടി. ഇപ്പം ഞാൻ ഉമ്മർത്ത് ജസ്റ്റ് ഒന്ന് മഴ ഒന്ന് കുറഞ്ഞപ്പോൾ കുറച്ച് നേരം ഉമ്മർത്ത് പോയിരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഷോർട്സിൽ ഇവിടുത്തെ ഉമ്മർത്ത് എന്നുള്ളൊരു മഴ പെയ്യുമ്പോൾ വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കൂട്ട്. നല്ല ഭംഗിയാണ് ഇവിടുന്ന് മഴ പെയ്യുന്നത് കാണാൻ. അപ്പോൾ ഞാൻ മഴയൊന്നും ജസ്റ്റ് മഴ പെയ്യുന്നില്ല എന്നല്ല, പക്ഷെ മഴയുടെ ഒരു ഡെൻസിറ്റി കുറഞ്ഞപ്പോൾ കുറച്ച് നേരം ഉമ്മർത്ത് പോയത്. പച്ച വിളിക്കണ്ട, അയ്യോ മുളയെ പുറത്ത് പോയിരിക്കല്ലേ, ഇവിടെ അകത്ത് വന്നിരിക്കുക തണുപ്പാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെയാണെങ്കിലും അവിടെയാണെങ്കിലും പാരൻസിന് ഭയങ്കര പേടിയാണ്. അവൻ ആക്ച്വലി എന്താ ഹോസ്പിറ്റൽ, എന്താ പ്രഗ്നൻസി, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചു കുറേ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആളുകൾ കേട്ടോ. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പ്രഗ്നൻസി നോർമലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നോർമൽ പ്രഗ്നൻസിയാണ്, വിത്തൗട്ട് എനി ട്രീറ്റ്മെൻറ്റ്, IVF അങ്ങനെയൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഞാൻ PCOD ഉണ്ടെന്ന് ഓൾറെഡി മുന്നേ പറഞ്ഞ കാരണം കേട്ടോ ഞാനത് വീണ്ടും ക്ലാരിഫൈ ചെയ്തത്. അപ്പോൾ നോർമൽ നമ്മൾ ക്യാരിയിങ് ആയി കൺസീവ് ആയ സമയത്തും ഉണ്ടായിരുന്നൊരു ടെൻഷൻ എൻ്റെ ബോഡി കണ്ടീഷനായിരുന്നു. എൻ്റെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ അത് നമുക്ക് ഡോക്ടറെ കണ്ടപ്പോൾ നോക്കി കുഴപ്പമില്ല, നമുക്ക് കുറച്ച് കെയർഫുൾ ചെയ്യാം. അതായത് ഓൾറെഡി പ്രഗ്നൻസിയിൽ എല്ലാ ആളുകളും ഭയങ്കര കെയർഫുൾ ആയിരിക്കും, പക്ഷെ അതിൻ്റെ ഒരു 10 ഇരട്ടി കെയർഫുൾ ആയിരിക്കണം. അതായത് ഇപ്പം നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഗൈനക്കോളജി ഡോക്ടറെ ആയിരിക്കുമല്ലോ നമ്മൾ പ്രഗ്നൻസിയിൽ. അപ്പോൾ ആ ഒരു ഡോക്ടറെ മാത്രമല്ല, നമുക്ക് പൾമനോളജി, എനിക്ക് ലങ്സിന് ഇഷ്യൂ ഉണ്ട് കേട്ടോ. വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ അന്ന് കണ്ടിട്ട് ഞാൻ വീണ്ടും ഇത് പറയുന്നത്. അതിൻ്റെ വീഡിയോസ് മുന്നേ കണ്ടുള്ള ആളുകളാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ലങ്സ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് നമ്മൾ പൾമനോളജിയിലും സ്ഥിരമായിട്ട് കൺസൾട്ട് ചെയ്യണം ത്രൂ ഔട്ട് പ്രഗ്നൻസി. അപ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, മനീഷ, അതായത് നോർമലി നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഇമ്മ്യൂണിറ്റി കുറച്ച് കുറയും അത്രേ, എനിക്കറിയില്ല, ഡോക്ടർ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയമാണ്. അപ്പോൾ അതിനൊക്കെ ബാലൻസ് ചെയ്ത് പോകാനുള്ള നല്ല മരുന്ന്, കാൽഷ്യം, ഫോളിക് ആസിഡും അയേണും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ കുട്ടിയുടെ ഹെൽത്തിനൊക്കെ വേണ്ടിയിട്ടാണല്ലോ. അപ്പം പ്രഗ്നൻസിയിൽ ഓൾറെഡി നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രഗ്നൻസിയിൽ ഓൾറെഡി കുറയുമെന്ന് പറഞ്ഞ ഇമ്മ്യൂണിറ്റിയുടെ ഡബിൾ
എനിക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു. അതായത് എനിക്ക് തീരെ വയ്യ, എണീറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ. പക്ഷെ അങ്ങനെ പറയുമ്പോൾ നമുക്ക് വോമിറ്റിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വേണമല്ലോ, വോമിറ്റിങ്ങോ ഓക്കാനം പനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരണം. അതൊന്നുമില്ല, വെറും ക്ഷീണം. എനിക്ക് ഭക്ഷണം കഴിക്കാൻ തീരെ വയ്യ, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം എനിക്ക് കുറച്ചും കൂടി മച്ച് ബെറ്റർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്, പിന്നെയും ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് തീരെ വായ ഈ ചുണ്ട് ഇങ്ങനെ തുറക്കാൻ, നമ്മൾ ചെറിയ പിള്ളേർക്ക് കുറുക്കൊക്കെ കൊടുക്കില്ലേ, അപ്പോൾ ആ സമയത്ത് പിള്ളേരിങ്ങനെ വായിങ്ങനെ മൂടി വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കില്ല, അതുപോലെ ഞാൻ എങ്ങനെ വിചാരിച്ചാലും എനിക്ക് ഫുഡ് അകത്തേക്ക് കൊണ്ടുപോകാൻ വയ്യ. അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നേ. അതൊക്കെ ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററായി. അപ്പോൾ ആ സമയത്ത് ഞാൻ ഏകദേശം ആ സമയത്ത് ഞാനൊരു 5.5 കിലോ വെയിറ്റ് കുറഞ്ഞു. ഇപ്പോൾ 5.5-നേക്കാൾ കൂടുതൽ കുറഞ്ഞു, ഏകദേശം 6 കിലോനോട് 7 കിലോൻ്റെ അടുത്ത് ഞാൻ കുറഞ്ഞു. അതായത് ഇപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ 5-ാം മാസമാണ്. അപ്പം 5 മാസത്തിൽ നമ്മൾ 7 കിലോനൊക്കെ കുറയാന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ എത്രയോ തവണ എന്താ പറയുക വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് പ്രഗ്നൻ്റ് ആവുന്നേക്കാൾ മുന്നേക്ക് എത്രയോ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയും. പക്ഷേ ഈ സമയത്ത് എന്തായാലും ഞാൻ കുറഞ്ഞു. കാരണം ഞാൻ വിഷാൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് ഏകദേശം 1.5 മാസത്തോളം ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഇവിടുന്ന് പോകുന്നേക്കാൾ മുന്നേ ഞാൻ ഓൾറെഡി ഉള്ള ആ ഒരു സൈസിൽ നിന്ന് ഒരുപാട് സൈസ് കുറയാന്ന് പറഞ്ഞാൽ പിന്നെ ഇപ്പോൾ ക്ഷീണമാണല്ലോ, നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുഖത്ത് ക്ഷീണം വിസിബിൾ ആവുന്നൊരു ടൈമും കൂടിയാണ് പ്രഗ്നൻസി. അപ്പോൾ ആ സമയത്ത് എല്ലാവരും കാണുമ്പോൾ അയ്യോ എന്തുമാതിരി വരിച്ചു എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ടെങ്കിലും പക്ഷെ അതൊരു പേടിയാണ്. കാരണം നമ്മളിങ്ങനെ വെയിറ്റ് കുറയുന്നതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും ബാധിക്കുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ വെയിറ്റ് കുറഞ്ഞു, ഭക്ഷണം കഴിക്കാതെ വെയിറ്റ് കുറഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രശ്നം. പിന്നെയുള്ള ഒരു പ്രശ്നം, എനിക്ക് ഈ പെയിൻ വന്നു, ലേബർ പെയിൻ പോലെ തന്നെ പെയിൻ വന്നിട്ട് നമ്മൾ ഡോക്ടറെ എമർജൻസി ആയിട്ട് എങ്ങനെയും ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. അപ്പോൾ ഡോക്ടർ ഫസ്റ്റ് ഞാൻ എവിടെയാണ് പെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് പെയിൻ ചോദിക്കുന്ന സ്ഥലം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അപ്പോൾ ഡോക്ടർ ആകെ ടെൻഷനായി. അതൊരു ബർത്ത് പെയിൻ പോലെ, ലേബർ പെയിൻ പോലത്തെ ഒരു കണ്ടീഷനാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയത്. കാരണം നമ്മൾ ഓൾറെഡി കാണിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഒരു 10-35 മിനിറ്റെങ്കിലും നമുക്ക് ഇവിടുന്ന് പോകണം. അപ്പോൾ അങ്ങോട്ട് എത്തില്ല, നമുക്കൊന്നും അറിയില്ലല്ലോ, നമ്മൾ ഫസ്റ്റ് ടൈം ആണല്ലോ പെയിൻ വരുന്നത്. അങ്ങനെ ആദ്യം ആ ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം ഇഞ്ചെക്ഷൻസൊക്കെ തന്നു. എന്നിട്ട് നമ്മൾ മോർണിംഗ് നമ്മുടെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലേബർ പെയിനാണ്, നമുക്ക് ഇഞ്ചെക്ഷൻസ് എടുക്കണം, ഹോർമോൺസ് എടുക്കണം, അല്ലെങ്കിൽ അബോർഷനായി പോകും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ആകെ ടെൻഷൻ, അയ്യോ വേറൊരു പ്രശ്നമില്ല ഈ പെയിൻ. അപ്പോൾ നമ്മൾ ഇഞ്ചെക്ഷൻസ് എടുത്തു, വേറൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ കുറച്ച് ദിവസം ഇഞ്ചെക്ഷൻസ് എടുത്തു, കുറച്ച് ദിവസം നല്ല റെസ്റ്റ് എടുത്തു. എനിക്ക് ഭയങ്കര പെയിനായിരുന്നു, ഈ ഇഞ്ചെക്ഷൻസിൻ്റെ പെയിനും നല്ല പെയിൻ. അതിൻ്റെ ഇടയ്ക്ക് UTI വന്നു, അങ്ങനെ അഡ്മിറ്റായി. അതാണ് പ്രഗ്നൻസിയിൽ അഡ്മിറ്റ് ആവാനുള്ള കാരണം, UTI വന്നതാണ്. പക്ഷേ UTI വന്നപ്പോഴും എനിക്ക് പെയിൻ ഇല്ല. യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാവുമല്ലോ, യൂറിനൽ ഇൻഫെക്ഷൻ വരുന്ന സമയത്ത്, അതുണ്ടായില്ല. അപ്പം നമുക്ക് ഇൻഫെക്ഷൻ ഉള്ളത് നമ്മൾ അറിയുകയും ചെയ്തില്ല. എനിക്ക് ഓൾറെഡി ഷുഗർ ഉണ്ട്, മേ ബി അതുകൊണ്ടായിരിക്കും പെയിനൊന്നും അറിയാതിരുന്നത്. അപ്പോൾ അങ്ങനെ അഡ്മിറ്റായിട്ട് നമ്മൾ എന്താ പറയുക തിരിച്ച് വീട്ടിൽ വന്നു. എനിക്ക് 5 ദിവസം 4 ദിവസം അങ്ങനെ എന്തോ അഡ്മിറ്റായി. ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് കഴിയുമ്പോൾ ഡോക്ടർ നമ്മളെ വിട്ടു. വീട്ടിൽ വന്ന് കുറച്ച് ദിവസം റെസ്റ്റ് എടുത്തു. അപ്പോൾ ഈ അലർജി ഉള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും, തുമ്മൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാവിലെ രാത്രിയൊക്കെ ഭയങ്കര തുമ്മൽ, എനിക്ക് തണുത്ത വെള്ളം മുഖത്തോട്ട് തട്ടുമ്പോൾ തന്നെ ഞാൻ തുമ്മും. അപ്പം ആ ഒരു കണ്ടീഷനായപ്പം ഞാൻ ഒരു ദിവസം രാത്രി, അതായത് എന്നപ്പോൾ ഉണ്ടാവുന്നത് എനിക്ക് കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഞാൻ രാത്രിത്തെ ഫുഡ് ഉപ്മാവൊക്കെ കഴിച്ചു. ഞാൻ ഗോതമ്പിൻ്റെ ഉപ്മാവ്, ഞാൻ പറഞ്ഞല്ലോ ഗോതമ്പാണ് കൂടുതൽ കഴിക്കുന്നത്, ഒന്നെങ്കിൽ പുട്ട് അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഉപ്മാവ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി കഴിക്കുന്നത്. അപ്പം ഞാൻ ഒരു സ്പൂൺ വായിലേക്ക് വെച്ച് ഭയങ്കര എരിവ് തോന്നിയപ്പോൾ ഞാനത് തുപ്പിക്കളഞ്ഞു. ആ സമയത്ത് തുപ്പിക്കളഞ്ഞു. ഞാൻ വായൊക്കെ കഴുകി വന്നു. ഞാൻ പറഞ്ഞ അമ്മോട് എനിക്ക് ഇനി ഉപ്മാവ് വേണ്ട, ഇനി ഒരു പഴം കഴിക്കാമെന്ന് കരുതി ഞാൻ പഴം കഴിച്ചു. പിന്നെ അതിനുശേഷം എന്തോ ഒരു ആപ്പിളിൻ്റെ കഷ്ണമോ മാങ്ങയോ എന്താണെന്ന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മയില്ല, അങ്ങനെ അതും കഴിച്ചു. അങ്ങനെ അത് കഴിച്ചതിന് ശേഷം ഒരു എന്താ പറയുക മരുന്ന്, രാത്രിത്തെ കാൽഷ്യം ടാബ്ലറ്റും അയൺ ടാബ്ലറ്റ്, പിന്നെ നമ്മളെടുക്കുന്നൊരു ഹോർമോൺ ടാബ്ലറ്റ് ഉണ്ട് അബോർഷനായി പോകാതിരിക്കാനുള്ള ടാബ്ലറ്റ്സും, പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലറ്റ്സും. അപ്പോൾ അങ്ങനെ കുറച്ച് അധികം മരുന്ന് കഴിക്കാനുണ്ട്. അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എരിവിൻ്റെ പോയിട്ടില്ല, നല്ല എരിവുണ്ടായിരുന്നു. പറഞ്ഞു എനിക്ക് ഫീൽ ചെയ്താണ്, ആർക്കും അങ്ങനെ എരിവ് ഫീൽ ചെയ്തിട്ടില്ല. അമ്മ അങ്ങനെ ഒരുപാട് എരിവ് ഇടാറില്ല, എന്നെ പരിഗണിച്ചിട്ട് അങ്ങനെ അത്ര അധികം എരിവൊന്നും വാരിടാറില്ല. പക്ഷെ എന്നാലും
എനിക്ക് എരിവ് ഫീൽ ചെയ്തു. ഞാൻ എനിക്ക് എരിവ് തട്ടിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ പെട്ടെന്ന് തുമ്മും. അപ്പോൾ അങ്ങനെ നമ്മൾ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തുമ്മൽ വന്നത്. എനിക്ക് എരിവിൻ്റെ ഒരു എഫക്റ്റ് ബോഡിയിലുള്ളത് കൊണ്ടാണ്. പക്ഷെ ആ തുമ്മൽ ഞാനൊരു 10-12 തവണ, അതായത് ഈ അലർജിയുള്ള ആളുകൾക്ക് പറയുന്നത് ചിലപ്പോൾ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ തുമ്മൽ അലർജിക്കാർക്ക് 1-2 നിർത്താൻ പറ്റില്ല. ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ തുമ്മിക്കൊണ്ടേയിരിക്കും. പിന്നെ പ്രത്യേകിച്ച് എൻ്റെ തുമ്മലാണെങ്കിൽ ഒരുപാട് ശബ്ദത്തോട് ഉള്ള തുമ്മൽ, നല്ല ഈ ചെറിയ ചെറിയ പൂച്ചകളൊക്കെ തുമ്മലേ അച്ചി 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 എന്ന് പറഞ്ഞാൽ അങ്ങനെ തുമ്മ ഞാൻ. വിശാഖിനെ കളിയാക്കട്ടെ, പട്ടിയോ പൂച്ചോ കരയണ പോലെയാണ് എൻ്റെ തുമ്മലെന്ന് പറയും. അപ്പോൾ ഞാനങ്ങനെ ഒരു 5-8 തവണ അല്ല 5-8 അല്ല 10-12 തവണ തുമ്മി. അങ്ങനെ തുമ്മിപ്പോൾ എനിക്ക് ഒരു മിസ്റ്റേക്ക്, ഞാൻ ഇത്രയും ദിവസം ഫീൽ ചെയ്യാത്ത എന്തോ ഒരു ഫീലിംഗ് എനിക്ക് നമ്മുടെ അടിവയറിൽ തോന്നി. അപ്പോൾ ആദ്യം കാര്യമാക്കില്ല, കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. പക്ഷെ പിന്നെ എനിക്കൊരു ഫ്ലോ ഫീലിംഗ്, അതായത് നമ്മൾ പീരിയഡ്സ് ആകുമ്പോഴൊക്കെ നമുക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന നമുക്ക് ഫീൽ ചെയ്യുമല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ്. അപ്പം ഞാൻ ആദ്യം കാര്യമാക്കില്ല, പിന്നെയും ഇതേപോലെ തന്നെ എനിക്കിങ്ങനെ ഇങ്ങനെ ഒഴുകുന്നൊക്കെ പോലെ ഫീൽ ചെയ്യുക. അപ്പം ഞാൻ മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടാണോ എന്ന് അറിയില്ലല്ലോ, അങ്ങനെ മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബാത്റൂമിൽ ചെന്നപ്പോൾ അതേ ബ്ലഡ്. ഞാൻ ആകെ ഞെട്ടി. അമ്മ കിടന്നു, അച്ഛൻ കിടന്നു, അപ്പു കിടന്നു, അങ്ങനെ എല്ലാവരും കിടന്നിട്ടുണ്ട്. അപ്പം ഞാൻ മരുന്ന് കഴിച്ചിട്ട് കിടക്കാം എന്നുള്ളൊരു പ്ലാനിലാണ്. അന്ന് അപ്പു നേരത്തെ കിടന്നാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അപ്പു ഇത്ര നേരത്തെ കിടക്കാറില്ല. അങ്ങനെ ആ സമയത്ത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എനിക്ക് എപ്പോഴും വിശാഖ അടുത്തുള്ളത് കംഫർട്ടബിൾ ആണെന്ന് പറയാനുള്ള കാരണം ഈ ഒരു കോംപ്ലിക്കേഷൻസ് ആണ്. എനിക്കിങ്ങനെ എന്താ പറയുക, അമ്മയോട് പറയാം കുഴപ്പമില്ല, പക്ഷെ അമ്മ ഉറങ്ങി, എനിക്ക് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ പെട്ടെന്ന് വിശാഖിനെ വിളിച്ച് പറഞ്ഞു, ഇടൂ ബ്ലീഡിങ് ആണോടൂ, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പോൾ അത് ഫസ്റ്റ് ടൈം ബ്ലീഡിങ് ആണേ. അപ്പോൾ വിശാഖ് പറഞ്ഞു എന്ത് ചെയ്യാൻ, ഡോക്ടറെ അടുത്ത് പോകും, ഞാൻ അതാ വരണമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ വിശാഖിൻ്റെ വീട് വളരെ കുറച്ച് സമയത്തിൻ്റെ വ്യത്യാസമുള്ളതായതുകൊണ്ട് തന്നെ വിശാഖിന് വരാനൊന്നും ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഞാൻ വിളിച്ചു. അപ്പോൾ ഞാൻ വിശാഖിനോട് പറഞ്ഞു, ഇവിടെ അച്ഛനും അമ്മയും കിടന്നിട്ടുണ്ടാവും, സമയം അത്രയും ആയിട്ടുണ്ട്. കാരണം ഞാനൊന്ന് അന്ന് ഞാൻ പറയും തുമ്മലും ആകെ ഒരു ഇറിറ്റേഷനൊക്കെ ആയതുകൊണ്ട് ഞാൻ കിടക്കാൻ ലേറ്റാക്കിയതാണ്. അങ്ങനെ ഞാൻ എന്താ പറയുക, ഞാൻ വിശാഖിനെ വിളിച്ച് പറഞ്ഞു അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ വിശാഖ് പറഞ്ഞു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ വിശാഖ് റെഡി ആവാൻ വേണ്ടി സെറ്റായിട്ടുണ്ടെന്ന് തോന്നുന്നു. ആ സമയം വിശാഖ് ഫോൺ വെച്ചിട്ട് എന്നോട് പറഞ്ഞു ഈ റെഡി ആയിക്കോ, ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇനി ഇവിടെ അച്ഛനും അമ്മയോടും പറയണമല്ലോ, കാരണം അമ്മ ആരെങ്കിലും ഒരാൾ കൂടെ വരണം. അങ്ങനെ സമയത്ത് ഞാൻ നേരെ വിശാഖിനോട് കോൾ കട്ടായിരുന്ന സമയത്ത് പറഞ്ഞു ഡോക്ടറെ വിളിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഡോക്ടർ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, ഈ സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു വേറൊരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടാച്ചാൽ ഡോക്ടർ മരുന്നോ ഇഞ്ചക്ഷൻസ് എന്തെങ്കിലും അടുത്തുള്ള ഏത് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യാൻ പറയുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ലേബർ പെയിൻ വന്നതാണ് മുന്നൊരു തവണ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലീഡിങ്ങും കൂടി കാണുന്ന സമയത്ത് ഡോക്ടർക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്തായാലും ഹോസ്പിറ്റലിലേക്ക് തന്നെ വരണം. ഒരു ടാബ്ലറ്റ് പറഞ്ഞു തന്നിട്ടൊന്നും ഒരു കാര്യമില്ല, നമുക്ക് ഇഞ്ചക്ഷൻസ് തന്നെ എടുത്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രാത്രി നേരെ വെച്ച് പിടിച്ചു ആലത്തിനും ബീച്ച് ഓയിലേക്ക്. അങ്ങനെ അവിടുത്തെ ഡോക്ടർ ഓൾറെഡി എമർജൻസിയിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പേഷ്യൻ്റ് വരും എന്നുള്ളത്. അങ്ങനെ അവിടെ ചെല്ലുന്നു. BP ഒക്കെ ഹൈ ആണ്. അപ്പം ഞാൻ BP ഹൈ ആണ്, മേ ബി ഞാനിതിൻ്റെ ഒരു ടെൻഷനിൽ BP ഹൈ ആയതാവും ഞാൻ കരുതുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഇഞ്ചക്ഷൻസ് 2 ഊരയ്ക്കും മാറി ഇഞ്ചക്ഷൻസ്. അപ്പോൾ എനിക്ക് പിന്നെ അതുപോലെ ഞാൻ ഒരു തവണ ഞാൻ ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇവിടെ ഒരു ബ്ലാക്ക് മാർക്ക്, ഇവിടെ മാത്രമല്ല പലയിടത്തും ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കാനല ഇവിടെ ഇടുകയും ചെയ്തു, അതായത് 2 സൈഡിലും ഊരയ്ക്കും ഇഞ്ചക്ഷൻ അടിച്ചു, കാനല ഇവിടെ ഇടുകയും ചെയ്തു. അപ്പോൾ കാനല ഇവിടെ ഇടുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഞാനവിടെ ഒബ്സർവേഷനിൽ അഡ്മിറ്റായി. പിറ്റേന്ന് മോർണിംഗ് ഡോക്ടറെ കാണണം. അപ്പോൾ ആ സമയമൊന്നും ഉറങ്ങാൻ പറ്റില്ല, 2 സൈഡിലേക്ക് ഇഞ്ചക്ഷൻ അടിച്ച്, കാരണം 2 സൈഡിലും എനിക്ക് ചെരിഞ്ഞ് കിടക്കാൻ വയ്യ പെയിൻ കാരണം. പിന്നെ മലന്ന് കിടക്കുമ്പോൾ ഈ കൈ ജസ്റ്റ് ഞാൻ ഈ വെച്ച പൊസിഷനിൽ ഇങ്ങനെ വെച്ച് കിടക്കണം, എങ്ങാനും ഒന്ന് ചെരിഞ്ഞാലോ ഭയങ്കര പെയിനായി, ഈ കാനുലയുടെ സിറിഞ്ചിൻ്റെ പെയിന്. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി ഇതൊക്കെ ചെയ്തതിന് ശേഷം ഞങ്ങളെ റൂമിലേക്ക് മാറ്റിയപ്പോൾ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ, കാരണം ഇങ്ങനതായിരുന്നു കണ്ടീഷൻ. വിശാഖ് കാറിൽ കിടന്നുറങ്ങി, അമ്മ പാവം എൻ്റെ അടുത്ത് കിടന്നുറങ്ങി എന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല.
അപ്പോൾ എനിക്കെന്തായാലും ഉറക്കം ഉണ്ടായിരുന്നില്ല. അങ്ങനെ രാവിലെ മോർണിംഗ് ആയപ്പോൾ പറഞ്ഞു ഡോക്ടർ ഇന്ന് ലീവാണ്, ഡോക്ടർ വീട്ടിലേക്ക് പോയി കാണണം, അതിന് മുന്നേ സ്കാനിങ് വീണ്ടും എടുക്കണം, നമുക്ക് ബേബിയുടെ ആ നേരത്തുള്ള കണ്ടീഷൻ, ഹെൽത്ത് കണ്ടീഷൻ നമുക്ക് അറിയണമെങ്കിൽ NT സ്കാൻ വീണ്ടും എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ NT സ്കാൻ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയി. കാരണം അവിടെ കിടന്നിട്ട് കാര്യം, ഡോക്ടർ ഇല്ലല്ലോ വന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കാണിക്കണം. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയതിന്, കുറച്ച് നേരം ഉറങ്ങി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ വീണ്ടും സ്കാനിങ് എടുക്കാൻ സൂര്യ ഡയഗ്നോസ്റ്റിക്സ് നമ്മുടെ തിരൂർ പോലീസ് ലൈൻ്റെ അവിടെ നമ്മൾ ചെന്നു. അങ്ങനെ സ്കാനിങ് കഴിയാന്ന് പറഞ്ഞാൽ ഏകദേശം 4 മണിയാണ്. അതായത് രാവിലെ 10:30 11 മണിക്കേറ്റ് പോയി നമ്മൾ സ്കാനിങ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 4 മണിയായി. അങ്ങനെ സ്കാനിങ് എടുത്തപ്പോൾ അതായത് ഫസ്റ്റ് NT സ്കാനിങ് നമ്മൾ 12ാമത്തെ ആഴ്ചയിലാണ് എടുത്തത്. അപ്പോൾ ആ സ്കാനിങ്ങിൽ ചെറിയൊരു ബുദ്ധിമുട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ പറയുന്നില്ല, പിന്നീട് പറയാം അത് എന്താണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഏകദേശം ഇപ്പം നമ്മൾ ബ്ലീഡിങ് ആയിട്ട് NT സ്കാൻ എടുക്കാൻ പോകുന്നത് 15ാമത്തെ ആഴ്ചയിലാണ്. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് അത് നേരെ ആവും. അതായത് 16ാമത്തെ ആഴ്ച വീണ്ടും സ്കാനിങ് പറഞ്ഞിട്ട് നേരെ ആവുമെന്ന് ഓൾറെഡി പറഞ്ഞതായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടല്ല നമ്മൾ സ്കാനിങ് എടുത്തത്. കാരണം ആ സ്കാനിങ് നമുക്ക് നെക്സ്റ്റ് വീക്ക് എടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് നമ്മൾ. അപ്പം അതിന് മുന്നേ നമുക്ക് സ്കാനിങ് എടുത്തപ്പോൾ മുന്നേ പറഞ്ഞൊരു ബുദ്ധിമുട്ട് ഇതുവരെ റെക്ടിഫൈ ആയിട്ടില്ല. അപ്പോൾ ടെൻഷൻ നമ്പർ 1 ബ്ലീഡിങ്ങിൻ്റെ ബുദ്ധിമുട്ട്, ടെൻഷൻ നമ്പർ 2 ഈ സ്കാനിങ്ങിൽ നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നൊരു ബുദ്ധിമുട്ട് ഈ സ്കാനിങ്ങിൽ മാറുമെന്ന് നമ്മൾ വിചാരിച്ചത് റെക്ടിഫൈ ആയിട്ടുമില്ല. അപ്പോൾ 2 ടെൻഷനായി. അപ്പം പിന്നെ BP കൂടാൻ വേറെ വല്ലതും വേണോ? അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ്, അതായത് സ്കാനിങ് സെൻ്ററിൽ ബ്ലഡ് ടെസ്റ്റും കൂടി ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 2 ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 2 ഓപ്ഷനാണ്. 2 ഓപ്ഷൻ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വിശാഖ് പറഞ്ഞു ഓക്കെ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് വരാം, എന്തായാലും ഡോക്ടർ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ നമുക്ക് പോയി ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ ഒരു സജഷൻ പറയട്ടെ, എന്നിട്ട് മതി നമുക്ക് കൺഫർമേഷൻ ആയിട്ട് ബ്ലഡ് ടെസ്റ്റിനും പോകണ്ടെന്ന് ഞാനും വിശാഖും അമ്മയും കൂടിയിട്ട് ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ ആദ്യം പറഞ്ഞ സജഷൻ എന്താണെന്ന് വെച്ചാൽ എടപ്പാൾ ഗോപിനാഥൻ്റെ ഹോസ്പിറ്റലൊന്നും പോകാൻ, അതായത് ഹോസ്പിറ്റലല്ല ഡോക്ടറെ പോയിട്ട് കാണാൻ പറഞ്ഞു. അതായത് നമുക്കൊരു കൺഫ്യൂഷൻ വേണ്ട, ഡോക്ടർ വളരെ കോൺഫിഡൻ്റ് ആണ്. ഇനി നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അല്ല ഈ സ്ഥലത്ത് പോകാൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീനിയർ ഗൈനക്കോളജിസ്റ്റ് പ്രൊഫസേഴ്സ് ആയിട്ടുള്ള ആളുകളെ ആരെങ്കിലും നമ്മുടെ സമാധാനത്തിന് പോയിട്ട് കാണാം, ഡോക്ടർ കോൺഫിഡൻ്റ് ആണ്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും നമ്മൾ സ്കാനിങ് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ആകെ ടെൻഷനാവും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടെസ്റ്റ് നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുറച്ച് പൈസ കൂടുതലാണ്, പക്ഷെ എന്നാലും ടെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ സമാധാനത്തിന് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ടെസ്റ്റ് ചെയ്യാം എന്നുള്ള തീരുമാനത്തിലെത്തി. അതുകൊണ്ട് നമ്മൾ വേറെ ഡോക്ടേഴ്സിനൊന്നും കണ്ടില്ല. ഇനിയിപ്പോൾ ടെസ്റ്റിന് റിസൾട്ട് വരാം, ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പോലും ടെസ്റ്റിന് റിസൾട്ട് വന്നിട്ടില്ല, കുറച്ചധികം സമയം എടുക്കും അത് വരാൻ. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇനി റിസൾട്ട് വന്നിട്ട് ബാക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റില്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വന്ന് അവിടെ തന്നെ ബ്ലഡ് ടെസ്റ്റിന് കൊടുക്കുകയും ചെയ്തു. വേറെ സ്കിൻ ഡോക്ടേഴ്സിനൊന്നും നമ്മൾ വേറെ കണ്ടിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ബ്ലീഡിങ്ങിൻ്റെ എന്താ പറയുക ബുദ്ധിമുട്ട് പിന്നീടും വരികയും ചെയ്തു, അത് ഞാൻ പിന്നെ പറയാം. അങ്ങനെ നമ്മുടെ സ്കാനിങ് കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് നമ്മൾ തിരിച്ചു വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അന്ന് വൈകുന്നേരം നമ്മളൊരു 6 മണി, അത് രാവിലെ 11 മണിക്ക് പോയിട്ട് നമ്മൾ വീട്ടിലെത്തുന്ന ഏകദേശം രാത്രി 7:30-8 മണിയാണ്. ആ സമയത്ത് ഞാൻ പോയി കുളിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വെള്ളമോ അങ്ങനെ എന്തോ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം എനിക്ക് രാത്രി ഉറങ്ങാൻ പോകുന്നേക്കാൻ മുന്നേ ഞാൻ മൂത്രം ഒഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയപ്പോൾ വീണ്ടും ബ്ലീഡിങ്. കാര്യം 3 ഇഞ്ചക്ഷൻസ് ഹോസ്പിറ്റലിൽ പോയിട്ട് എടുത്തു. രാവിലെ വരുന്നേക്കാൻ മുന്നേ ഡോക്ടർ സിസ്റ്റേഴ്സൊക്കെ ഒബ്സർവ് ചെയ്ത് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. കാര്യം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വീണ്ടും എത്തിയപ്പോൾ വീണ്ടും നമുക്ക് ബ്ലീഡിങ്. അപ്പം ഞാൻ ആകെ ടെൻഷനായി. കാരണം കഴിഞ്ഞ ദിവസം ബ്ലീഡിങ് വന്ന് നമ്മൾ നോർമലി നമുക്ക് പീരിയഡ്സ് ആകുമ്പോൾ ബ്ലഡ് വരില്ലേ, മ്യൂക്കസസ് ഒന്നും ഇല്ലാതെ ബ്ലഡ് അതുപോലെയായിരുന്നു. പക്ഷേ അന്ന് ഞാൻ അതായത് ഹോസ്പിറ്റലിൽ പോയി വന്ന് വീണ്ടും രാത്രി കാണുന്നത് മ്യൂക്കസ്, അതായത് ഇങ്ങനെ കട്ട പോലെ വരില്ലേ, അങ്ങനെ ഞാൻ ആകെ ടെൻഷനായി. അത് തലേന്നത്തെ ടെൻഷനേക്കാൾ ഞാൻ ഇരട്ടി ടെൻഷനായി. എനിക്കറിയില്ല എങ്ങനെ സംഭവം. ഇത് ഇന്നലത്തെയും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആദ്യത്തെ ബ്ലഡിൽ അങ്ങനെയൊന്നും കണ്ടില്ല, ഇത് നോർമലായിരുന്നു. സെക്കൻഡ് ബ്ലഡിലാണെങ്കിൽ ഇങ്ങനെ കട്ട പോലെ. അപ്പോൾ ഞാൻ വീണ്ടും വിഷാനെ വിളിച്ചപ്പോൾ വിഷ പറഞ്ഞത് നീ വീണ്ടും ഡോക്ടറെ വിളിക്കും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ലോവർ ലൈൻ പ്ലാസൻ്റയുടെ ബുദ്ധിമുട്ടും കൂടി ഉണ്ട്, നന്നായിട്ട് റെസ്റ്റ് എടുക്കുക, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ഇനി ഇഞ്ചക്ഷൻസ് ഓൾറെഡി നമ്മൾ വെച്ച് കഴിഞ്ഞു, ഫ്രീക്വൻ്റ് ആയിട്ട് തരാനും പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഇനി റെസ്റ്റ് എടുക്കുക, അത്ര തന്നെ ഇനി 15th വരാനുള്ളൂ. അപ്പോൾ നമുക്കൊരു സംശയം തോന്നിയിട്ട് നമ്മൾ നമ്മുടെ സമാധാനത്തിന്
അങ്ങനെ നമ്മൾ ഒരു എക്സ്ട്രാ കൺസൾട്ടേഷൻ കൂടെ എടുക്കാമെന്ന് കരുതി നമ്മൾ ജോസ് ഡോക്ടറെ അടുത്ത് പോയി. നമ്മൾ പൊന്നാനി അമ്മയും കുഞ്ഞു ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്. പുള്ളിക്കാരനും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 6 ചാപ്റ്റർ എന്തായാലും ക്ലോസായി. പിന്നീട് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ റിസൾട്ടാണ്, ബ്ലഡിൻ്റെ റിസൾട്ട് വരാറുണ്ട്, ടെസ്റ്റ് റിസൾട്ട് വരാറുണ്ട്. അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. എന്താവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സ്കാനിങ്ങിൽ എന്തായിരുന്നു ബുദ്ധിമുട്ട് എന്നുള്ളത് ഞാൻ പിന്നീട് പറയാം. എന്തായാലും റിസൾട്ടൊക്കെ വരട്ടെ, എന്താവും അവസ്ഥ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്തായാലും എനിക്ക് തോന്നുന്നു റിസൾട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പറയില്ല ചിലപ്പോൾ ഇന്നോ നാളൊക്കെ ആയിട്ട് വരുന്നുണ്ടാകണം എന്നാണ് എൻ്റെ ഒരു ഊഹം. ഇനി നെക്സ്റ്റ് അനോമലി സ്കാൻ വരുന്നത് ജൂലൈയിലാണ്. അപ്പോഴത്തേക്ക് എനിക്ക് 6th month ആവും. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം. അങ്ങനെയല്ലേ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് ഇങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുകയല്ലേ ചെയ്യാം. എന്തായാലും കോംപ്ലിക്കേഷൻസിനെ പറ്റി ചോദിച്ചവരോട് എനിക്കിതാ പറയാനുള്ളത്. ഇതൊക്കെ ഒരു കോംപ്ലിക്കേഷൻസ് ആണോ ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വയ്യായ്ക ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷേ നമ്മൾ ബേബിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ബ്ലീഡിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് ടെൻഷനാണല്ലോ. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ ഇനിയൊരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ ചെയ്യുക. റെസ്റ്റ് എടുക്കുക, അങ്ങനെ ഹെവി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, സ്ട്രെസ് എടുക്കാതിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ പരമാവധി ചെയ്യാം. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ. ഫുൾ റെസ്റ്റിലാണ്, വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം അല്ലേ. പിന്നെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നും അറിയില്ല. എൻ്റെ അനുഭവം മാത്രം പറഞ്ഞു എന്ന് മാത്രം. ചിലർക്ക് തോന്നും ഇതൊക്കെ ഒരു കോംപ്ലിക്കേഷനാണോ എന്നൊക്കെ തോന്നുന്നവരുണ്ടാവും. പക്ഷെ നമുക്ക് കാരണം എന്താ, നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ ആവുള്ളൊരു കാരണം എന്താ വെച്ചാൽ നമുക്കൊരു ചെറിയൊരു പെയിൻ വന്നാലും അല്ലെങ്കിൽ ചെറിയൊരു സ്പോട്ടിങ് ഒക്കെ കണ്ടാലും ഡോക്ടേഴ്സിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്താ വെച്ചാൽ അബോഷൻ ആവാതെ നോക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മളിത് കേൾക്കുന്ന ഫസ്റ്റ് വാക്ക് അബോഷൻ എന്നാണ്. അത് കേൾക്കുമ്പോഴേ ആളുടെ പകുതി ജീവൻ പോവും. അപ്പോൾ ഇതിങ്ങനെ കേട്ട് 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 എൻ്റെ പകുതി ജീവനൊക്കെ പോയിക്കൊണ്ടിരുന്നിരുന്നു. അതുകൊണ്ടാണ് ഇത്രയധികം ടെൻഷൻ. അപ്പോൾ അതിനെപ്പറ്റി എനിക്കിതാണ് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഡെയിലി വ്ലോഗ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കഥ പറയാനുണ്ടായത്. പക്ഷേ ഞാൻ ഇനിയിപ്പോൾ അത് കഥ പറയണില്ല. കാരണം ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ പരമാവധി റെസ്റ്റ് എടുക്കുക, പരമാവധി ഡോക്ടേഴ്സിനെ അപ്പം തന്നെ, അതായത് നമ്മുടേതായ ചികിത്സകളൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പം തന്നെ പോയി ഡോക്ടേഴ്സിന് കാണാം. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാവും. പക്ഷേ എന്നാലും ഇപ്പോൾ കുറേ ന്യൂസുകളൊക്കെ നമ്മൾ കേൾക്കുന്നതല്ലേ, ഇങ്ങനൊരു സ്വയം റിസ്ക് എടുത്തിട്ട് വേണ്ടാത്ത പണിയൊക്കെ ചെയ്തിട്ട് അവസാനം നമ്മൾ തന്നെ ദുഃഖിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. രാത്രി ആയാലും എത്ര ലേറ്റ് ആയാലും ഡോക്ടറെ വിളിച്ചിട്ട് നമ്മളൊരു തീരുമാനം എടുക്കുന്നതാണ് എപ്പോഴും നല്ലതെന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത്. നേരത്തെ നിങ്ങളോട് ഉച്ചയ്ക്കാട്ടോ ഞാൻ പറഞ്ഞില്ല 11:54 സംസാരിച്ചത്, വീഡിയോ എടുത്തത്. ആ കിടത്തോടെ കിടന്നുപോയി. എണീറ്റ് ഫുഡ് കഴിക്കാൻ ഞാൻ വിട്ടു. ഇപ്പോൾ 2:51. എനിക്ക് ഇന്നലെ രാത്രി ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചിലപ്പോൾ അതിൻ്റെ ക്ഷീണത്തിലോ ഉറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ ചോറുണ്ടാകാൻ വേണ്ടി ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് കാണിച്ചു തരാം. ചോറിനതേ വഴുതനങ്ങ, പപ്പടം, നാരങ്ങയുടെ ഉപ്പിലിട്ടത്, മോര്, ഇഞ്ചിയൊക്കെ നുറുക്കിയിട്ട് പച്ചമുളക് നുറുക്കിയിട്ട് ഉണ്ടാക്കില്ലേ. പിന്നെ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചത് ഞാൻ ഉമ്മർത്തൊന്ന് വന്നു. അമ്മ വരാനുള്ള സമയമായിട്ടോ. അച്ഛൻ ഉള്ളിലുണ്ട്. അപ്പോൾ ഞാനും അച്ഛനും ആലേക്ക് മാത്രമേ എന്നുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായി, ഉറങ്ങിപ്പോയതാണ്. അപ്പോൾ അച്ഛൻ വിചാരിച്ചാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് ഉറങ്ങിയതാണ്. ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ വിളിക്കാതിരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വന്നിട്ട് പാല് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ ഫുഡൊക്കെ കഴിച്ചു. വിശപ്പുണ്ടായിരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. കാരണം എനിക്ക് ഉച്ചയ്ക്ക് അച്ഛൻ മാങ്ങയ്ക്ക് മുറിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിശപ്പിൻ്റെ പ്രശ്നമില്ല. പക്ഷെ എന്നാൽ കഴിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ കഴിച്ചു. അപ്പോൾ കുഞ്ഞു മഴ ഉണ്ട് കേട്ടോ. പകലൊക്കെ മഴ പെയ്തിട്ട് ഇപ്പോൾ ചെറിയൊരു മഴയ്ക്ക് ആക്കമുണ്ട്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഡെയിലി വ്ലോഗ് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇനി ഞാൻ വീഡിയോ നീട്ടി വലിക്കുന്നില്ല. ഞാൻ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നൈറ്റ് ഇടണമെന്ന് ഒരിക്കലും വിചാരിക്കാത്ത ഒരാളായിരുന്നു ഞാൻ. 4 മാസം വരെ ഞാൻ നൈറ്റ് ഇടാതെ ഇങ്ങനെ കടിച്ച് പിടിച്ച് എന്നോട് അമ്മ പറയും നൈറ്റ് ഇടാൻ സുഖം എന്ന് പറയുമ്പോൾ ഞാനത് കാര്യമാക്കില്ലായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ ടീഷർട്ടും ബനിയനൊക്കെ ഇട്ട് നടക്കായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കിതാണ് വളരെ കംഫർട്ടബിൾ. പക്ഷേ ഇതിൻ്റെ കൈയൊന്നും ഞാൻ വെട്ടിയിട്ടില്ല. കാരണം എൻ്റെ ആവശ്യം കഴിഞ്ഞാൽ അമ്മയ്ക്കും ആർക്കെങ്കിലുമൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ മതിയായിരിക്കും. ടാറ്റാ.